നമസ്കാരം. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യതകൾ തേടി CPM പ്ലീനം. ഇടതുമുന്നണിയിലേക്ക് ഇല്ലെന്ന് KM മാണിയുടെ അസന്നിഗ്ധ പ്രഖ്യാപനം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് CPM പ്ലീനം. UDF-ന്റെ ശിഥിലീകരണം LDF-ന്റെ വിപുലീകരണത്തിന് ഉപയോഗിക്കണമെന്ന് പ്രമേയം. UDF സർക്കാരിനെ അട്ടിമറിക്കാറില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പൊതു താൽപര്യത്തിനായി പ്രതിപക്ഷവുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് സാമ്പത്തിക സെമിനാർ വേദിയിൽ KM മാണി. ഇടതുമുന്നണിയിലേക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുവെന്ന് KM മാണി മീഡിയ വണ്ണിനോട്. എളമരം കരീമിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന രഞ്ജിത്തിനും ലക്ഷങ്ങളുടെ അനധികൃത സമ്പാദ്യം. TP നൌഷാദിന്റെ ഭൂമി ഇടപാടുകളിൽ എളമരം കരീം ഇടനിലക്കാരനായെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ പ്രസ്താവന. ഭൂമി തട്ടിപ്പിനിരയായവർ എളമരം കരീമിനെ കാണുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് CBI. അപേക്ഷ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ നടപടിക്രമങ്ങൾ തുടങ്ങിയതായും CBI. ഗുജറാത്ത് പോലീസ് പിന്തുടർന്ന് നിരീക്ഷിച്ച യുവതിയെ നരേന്ദ്രമോദിക്ക് അറിയില്ലെന്ന BJP-യുടെ വാദം പൊളിയുന്നു. മോദിയും യുവതിയും സംസാരിക്കുന്ന ചിത്രങ്ങൾ ഗുലൈൽ വെബ് പോർട്ടൽ പുറത്തുവിട്ടു. ലൈംഗികാതിക്രമ കേസിൽ തരുൺ തേജ്പാലിന് ഗോവ പോലീസിന്റെ അറസ്റ്റ് വാറണ്ട്. ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുള്ള തേജ്പാലിന്റെ അപേക്ഷ പോലീസ് തള്ളി. തേജ്പാൽ നാളെ കീഴടങ്ങും. തെഹൽക്ക മാനേജിംഗ് എഡിറ്റർ ക്ഷോമ ചൗധരി രാജിവെച്ചു. CPM പ്ലീനത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചു. അതിനുശേഷം മീഡിയ വണ്ണിന് നൽകിയ പ്രത്യേക വ്യൂ പോയിന്റ് അഭിമുഖത്തിൽ ഇടതുമുന്നണിയിലേക്ക് ഇല്ല എന്ന് KM മാണി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തോമസ് ഐസക് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. CPM നേതാവ് ശ്രീ തോമസ് ഐസക്, ഇന്ന് സംസ്ഥാന പ്ലീനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യതകൾ തേടുന്നതായിരുന്നു. പക്ഷേ അതിന് LDF ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നുവെന്ന് രാഷ്ട്രീയ കേരളം കരുതിയിരുന്ന KM മാണി തൊട്ടുപിറകെ പറഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM-ന്റെയും LDF-ന്റെയും കണക്കുകൂട്ടലുകൾ പാളിയിട്ടുണ്ടോ? ആ പ്രമേയം വായിച്ചാൽ അറിയാലോ. ആ പ്രമേയത്തിൽ പറയുന്നത് UDF അതിവേഗത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UDF-നോടൊപ്പം നിന്ന് ജനങ്ങള് വലിയ തോതിൽ LDF-ലേക്ക് മാറുന്നുണ്ട്. ഈ മാറ്റത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടവുകൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. വ്യക്തികൾ മാത്രമല്ല, ഗ്രൂപ്പുകൾ. ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ടി അവിടെ നിന്ന് വിട്ടുവരുന്നുണ്ടെങ്കിൽ അവരുമായിട്ടും ഞങ്ങൾ സംവദിക്കുന്നതിന് തയ്യാറാണ്. ഞങ്ങൾ അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളത് നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ടിക്ക് വരണ്ടെങ്കിൽ വരണ്ട, പാർട്ടി വന്നില്ലെങ്കിലും ജനങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാന വിശേഷം. ഈ ജനങ്ങളുടെ മനംമാറ്റം കണ്ടിട്ടാണ് പാർട്ടികൾക്കും മറ്റും ഒരു രാഷ്ട്രീയ ചേരിതിരിവ് വീണ്ടും വരണമെന്ന് ഉള്ള തോന്നലുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ആൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യം വേണ്ട, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം വരുന്നുണ്ട്. ഇടതുപക്ഷത്തിന് ശക്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇന്നിവിടെ നിൽക്കാൻ പോകുന്നില്ല. എന്തെല്ലാമാണ് UDF നിൽക്കുന്നവർ അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തോറ്റുപോകും, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന എത്രയോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതതിന്റെ വഴിക്ക് വന്നോട്ടെ. അത് ഞങ്ങള് തോമസ് ഐസക്, KM മാണി ഇന്ന് CPM പ്ലീനത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക സെമിനാറിൽ സംസാരിക്കവേ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലുള്ള തിരുത്തൽ ആവശ്യപ്പെട്ടിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. തുടർന്ന് സംസാരിച്ച താങ്കൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മാത്രമല്ല, ASEAN കരാറ്, റബ്ബർ വിലയിടിവ്, നാണ്യവിളകളുടെ വിലയിടിവ്, ഇതൊക്കെ പ്രശ്നമാണ്. ജീവൽ പ്രശ്നങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് സൂചനയും നൽകിയിരുന്നു. അത് വിശാലമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ സൂചനയായി തന്നെ വിലയിരുത്തേണ്ടതല്ലേ? അതിൽ നിന്ന് അത് കഴിഞ്ഞ അല്പസമയത്തിന് ശേഷമാണ് ഇടതുമുന്നണിയിലേക്കില്ല എന്ന KM മാണിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. KM മാണിയുടെ പ്രസ്താവനയെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചത് എനിക്കറിയാം. ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര നയങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ ഞങ്ങളുടെ നിലപാടെന്താ? മതനിരപേക്ഷ കക്ഷികളുമായിട്ട്, കോൺഗ്രസ് ഇതര മതനിരപേക്ഷ കക്ഷികളുമായിട്ട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയൊന്നുമില്ല. ഇനിയിപ്പോ UDF-ൽ തന്നെ നിന്നാലും ഈ പ്രശ്നങ്ങളെ ആസ്പദമാക്കി സെമിനാറുകൾ മാത്രമല്ലെന്ന് പ്രക്ഷോഭങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ പറ്റി ഒരുമിച്ച് നിൽക്കണം. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്.
അങ്ങനെ നിൽക്കുന്നതിന്റെ ഫലമായിട്ട് ഇനി ആ ചേരി വിടുന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ നയപരിപാടികളിലും UDF-നെ തള്ളിപ്പറയുകയാണെങ്കിൽ അന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോ ഞങ്ങൾ അതിനല്ല ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ക്ഷണിച്ചത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കരുതുന്നു. നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു. ആരൊക്കെ കൂടെ വരാൻ തയ്യാറുണ്ട്. അപ്പൊ അതിനോട് പോസിറ്റീവാണ്. മതി. ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ശ്രീ തോമസ് ഐസക്, UDF-ന്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ KM മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം പൊതുവിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകളിൽ, കർഷക വിരുദ്ധ നിലപാടുകളിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ച് സമരം ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാണ്. ഈ കേരള കോൺഗ്രസ് ആയിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികള് ഇന്നപ്പുറം ഞങ്ങളൊപ്പം ഇല്ലാത്തവര്, ഗ്രൂപ്പുകള് ഇന്നിപ്പോ ഞങ്ങളൊപ്പം ഇല്ലാത്തവര്, അവര് മാത്രമല്ല കോൺഗ്രസ് ഇതര മതനിരപേക്ഷ കക്ഷികൾ, അവരൊക്കെ ഇത്തരത്തിലുള്ള ബദനയങ്ങൾ ആസ്പദമാക്കി ഏത് പ്രശ്നത്തിലാണ് യോജിക്കാൻ പറ്റുന്നത്, അങ്ങനെ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങള്, യോജിച്ചുള്ള ഇടപെടലുകൾ വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നയം. ശ്രീ തോമസ് ഐസക്, അവസാനമായി ഈ UDF-ൽ നിന്ന് തൽക്കാലം ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ അടർത്തി മാറ്റി സർക്കാരിനെ അട്ടിമറിക്കാനില്ല എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് ഒരു ജനകീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് ഒരു ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് എം അടക്കമുള്ള പാർട്ടികളെ, മതനിരപേക്ഷ പാർട്ടികളെ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പൊ UDF-ൽ നിൽക്കുന്നവരൊക്കെ അനാദികാലം അങ്ങനെ നിൽക്കട്ടെ, ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉള്ളവർ മാത്രം ഇവിടെ മതി എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. എങ്ങനെ ഞങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാം, അങ്ങനെ വികസിപ്പിക്കുന്നതിൽ വ്യക്തികളെ മാത്രമല്ല പാർട്ടികൾക്കും ഒരു സ്ഥാനം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് UDF ഇന്നത്തെ നിലയിൽ അപ്പുറത്ത് നിൽക്കുന്നവരെ നിന്നോട്ടെ എന്നുള്ള രാഷ്ട്രീയമല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് വേണ്ടിയുള്ള കുറുക്കു വഴിയായിട്ട് ആരും കാണണ്ട, അങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച്, കർഷക താല്പര്യം സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ വരും, നമുക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം ആ മേഖലകളിൽ. റൈറ്റ്. ശ്രീ തോമസ് ഐസക്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. UDF വലിയൊരു പരാജയത്തെ നേരിടും എന്നാണ് LDF വിലയിരുത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ UDF-ന് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ നീങ്ങാൻ ഒരവസരം കിട്ടിയാൽ, അതിന് UDF-ൽ നിന്ന് ഘടകകക്ഷികളെ കിട്ടും എന്നൊരു ഘട്ടമുണ്ടായാൽ അതിന് മടി കാണിക്കുമോ LDF? അത് വരട്ടെ. ഈ അടവുകളൊക്കെ നേരത്തെ പ്രഖ്യാപിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ഒരു സംശയം വേണ്ട. UDF-നെ, കോൺഗ്രസിനെ കേരളത്തിൽ തറപറ്റിക്കുക, 2004 വിധി വീണ്ടും കേരളത്തിൽ ആവർത്തിക്കാം. ഇതിനാവശ്യമായി എന്തൊക്കെ അടവുണ്ടോ വേണോ അത് ഞങ്ങൾ സ്വീകരിക്കും. റൈറ്റ്. വളരെയധികം നന്ദി തോമസ് ഐസക് പ്രതികരിച്ചതിന്. ഈ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, മാധ്യമപ്രവർത്തകൻ സജീവൻ, കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ഉണ്ണിയാടൻ എന്നിവർ പങ്കെടുക്കും. അതിനു മുമ്പ് UDF സർക്കാരിനെ അട്ടിമറിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേരള കോൺഗ്രസുമായി മുൻപ് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ മാണി സാമ്പത്തിക സെമിനാറിൽ പങ്കെടുക്കുന്നതിന് മറ്റർത്ഥങ്ങൾ നൽകേണ്ടതില്ല. മുസ്ലിം ലീഗുമായുള്ള ബന്ധം പണ്ടേ വിച്ഛേദിച്ചതാണെന്നും കോടിയേരി പറഞ്ഞു. കേരളം നിർണായക രാഷ്ട്രീയ വഴിത്തിരിവിലാണെന്നാണ് പ്ലീനത്തിൽ വിലയിരുത്തലുണ്ടായതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് കേരള കോൺഗ്രസ് ഞങ്ങളുടെ മുന്നണിയിലായിരുന്നു. PJ ജോസഫ് അദ്ദേഹം മുന്നണി വിട്ടുപോയത് ഞങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടല്ല PJ ജോസഫ് വിട്ടുപോയത്. PC ജോർജ് ഞങ്ങളുടെ മുന്നണിയിൽ ജയിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് പോയതാണ്. KM മാണി ആണെങ്കിൽ 1980 ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായതാണ്. ഞങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു KM മാണി. അപ്പോൾ ഈ 3 വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് കേരള കോൺഗ്രസ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുമ്പ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് പ്രത്യേകമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനുണ്ട് എന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുമില്ല. പൊതു താൽപര്യത്തിനായി പ്രതിപക്ഷവുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് ധനമന്ത്രി KM മാണി. എന്നാൽ സഹകരിക്കുക എന്നാൽ കൂറുമാറുകയെന്നോ മുന്നണി മാറുകയെന്നോ അല്ല അർത്ഥമെന്നും KM മാണി പറഞ്ഞു. CPM പാർട്ടി പ്ലീനത്തിന്റെ ഭാഗമായി നടന്ന സാമ്പത്തിക സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു KM മാണി. ഞാനിങ്ങോട്ട് ഈ യോഗത്തിൽ വന്നപ്പോൾ ഒരു സരസം ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഇതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചാൽ എന്നെ കിട്ടുന്നൊരു KM മാണിയല്ല. അപ്പോൾ യോഗത്തിൽ പോയി പ്രസംഗിച്ചത് കൊണ്ട് മനം മാറുന്ന വ്യക്തികളൊന്നുമല്ല ഞങ്ങള്.
സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കൂടുമാറുക എന്നുള്ളതല്ല. സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മുന്നണി മാറുക എന്നുള്ളതല്ല. ഇവിടെ കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രാഷ്ട്രീയമായ നിലപാടുകളിൽ, ആവശ്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇടതുമുന്നണിയിലേക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് കെ മാണി. മീഡിയ വൺ വ്യൂ പോയിന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ഇക്കാര്യത്തിൽ സംശയത്തിന്റെ ആവശ്യമില്ല. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഇതേ രൂപത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. കേന്ദ്ര വിജ്ഞാപനം ഏകപക്ഷീയമായ തീരുമാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. PC ജോർജ് പറയുന്നത് പാർട്ടി തീരുമാനമല്ലെന്നും കെ മാണി പറഞ്ഞു. അവരുടെ യോഗത്തിൽ അസന്നിഗ്ധമായി 10,000-കണക്കിന് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനിവിടെ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് മുന്നണി മാറ്റത്തിന്റെ സൂചനയല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിന് ശേഷവും ഇവിടെ മീഡിയ ഇങ്ങനെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ്ലീഡ് ചെയ്യരുത്. ഇനി ആ ചോദ്യം ഇവിടെ അല്ല, എന്റെ ചോദ്യം അങ്ങനെ തന്നെയായിരുന്നു. അതൊരു അസന്നിഗ്ധമായ പ്രഖ്യാപനം തന്നെയായിരുന്നു എന്നുള്ളത്. അസന്നിഗ്ധമായ പ്രഖ്യാപനം. കാരണം അതിനുശേഷം ശ്രീ TM തോമസ് ഐസക് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശ്രീ KM മാണിയുമായി സംവദിക്കാം, പക്ഷെ കോൺഗ്രസുമായി പറ്റില്ല എന്നാണ്. അതായത് KM മാണി അവർക്ക് സ്വീകാര്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല ഉള്ളൂ. ഇവര് ഞാനിപ്പോൾ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ? ശരി. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം A സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, കോഴിക്കോട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം A സജീവനിലേക്ക്. ശ്രീ A സജീവൻ, ഇന്ന് CPM-ന്റെ സാമ്പത്തിക സെമിനാറിൽ, പ്ലീനത്തോടനുബന്ധിച്ചുള്ള സാമ്പത്തിക സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് KM മാണി പറഞ്ഞത് സഹകരിക്കാവുന്ന മേഖലകളിൽ ഒക്കെ സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ മീഡിയ വണ്ണിൻ്റെ വ്യൂ പോയിന്റ് നൽകിയ അഭിമുഖത്തിൽ ഇടതുമുന്നണിയിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ KM മാണിയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ ഏത് നിലപാടിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാനാകും? നമ്മളൊരു നാടൻ രീതിയിൽ പറഞ്ഞാൽ മാണി സാർ ആരാ മോൻ എന്ന് പറയാൻ തോന്നുന്ന രീതിയിലാണെന്ന് അദ്ദേഹം പ്രതികരിച്ചത്. വളരെ കൃത്യമാണ്. അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞ പല കാര്യങ്ങളും പല നേതാക്കന്മാരും KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു നമുക്ക് പിൽക്കാലത്ത് എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒക്കെ വരികൾക്കിടയിലാണ് വായിക്കേണ്ടത്. അദ്ദേഹം നടത്തിയ സെമിനാറിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ ശക്തമായിട്ട് അദ്ദേഹം കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കേന്ദ്ര ഭരണത്തിനെതിരെ പറഞ്ഞു. അതിനെതിരെ സമരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തെ തള്ളിക്കളയേണ്ടതല്ല, പ്രതിപക്ഷം ഒരു ഫിഫ്ത്ത് എസ്റ്റേറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷവുമായി ഏതെല്ലാം മേഖലയിൽ സഹകരിക്കാമോ ആ മേഖലയിലൊക്കെ സഹകരിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് ഭരണപക്ഷത്തിൻ്റെ നേതാവാണ്, UDF-ൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കേണ്ടത് ഒരു പ്രകോപനവും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ശ്രീ KM മാണി എങ്ങനെ പ്രതിപക്ഷത്തിന് പ്രകീർത്തിക്കുന്ന രീതിയിൽ തങ്ങളോടൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന കേന്ദ്രത്തിൽ തങ്ങളുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു സർക്കാരിന് എതിരായിട്ട് സംസാരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു, വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. പിന്നീട് പക്ഷേ KM മാണിയെപ്പോലെ തന്ത്രശാലിയായ ഒരു നേതാവ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് മുന്നണി വിടുക എന്ന് പ്രഖ്യാപിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തമാകുമെന്ന് എല്ലാവർക്കും അറിയാം. KM മാണി ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്ന ഒരു നേതാവിന് ഒരിക്കലും ഇനി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഈ മീഡിയ വണ്ണിനോട് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, അദ്ദേഹം പറഞ്ഞു ഒരു സീറ്റ് മാത്രമേ, ഒരു പാർലമെൻറ്റ് സീറ്റ് മാത്രമേ കേരള കോൺഗ്രസിന് വേണ്ടൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. PC ജോർജ് പറഞ്ഞതൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ലാതെ പറഞ്ഞു. ഇതേ KM മാണി നേരത്തെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴദ്ദേഹം ഒരു വിലപേശലിനുള്ളൊരു അവസരം കൂടിയുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു പ്രശ്നവുമായിട്ട് മുന്നണി വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം മുന്നണി വിടുന്ന ഇതിൽ, അത് മാത്രമല്ല മുന്നണിയിലേക്ക് ഒരു ക്ഷണമുണ്ടായിട്ടില്ല. ഇങ്ങനെ പാർട്ടികൾ തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് ഒറ്റയടിക്കുള്ള പ്രഖ്യാപനത്തിലൂടെയല്ല വരിക. അപ്പോൾ അതുകൊണ്ട് KM മാണി അസന്നിഗ്ധമായി പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ തിരിച്ചാണ് എടുക്കേണ്ടത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, A സജീവൻ വളരെ കൃത്യമായി തന്നെ KM മാണിയുടെ രാഷ്ട്രീയ വാക്യങ്ങളെ, ഇന്നത്തെ രാഷ്ട്രീയ വാക്യങ്ങളെ കൃത്യമായി തന്നെ വായിച്ചെടുത്തു. KM മാണി ഒരേ സമയം പ്രതിപക്ഷത്തെ പ്രശംസിക്കുന്നു, പൊതുവായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. അതിൽ തന്നെ KM മാണിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമുക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു ഇടതുമുന്നണിയിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന്.
ഇതൊരു കൃത്യമായ വിലപേശൽ രാഷ്ട്രീയം തന്നെയല്ലേ? ശ്രീ സജീവൻ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ഇവിടെ നടത്തിയ ചർച്ചയിൽ എഴുതാപ്പുറം വായിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ തോമസ് ഐസക് ഇവിടെ പറഞ്ഞു. അതാണ് വളരെ ഗൗരവമുള്ള കാര്യം. കാരണം നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മധൈര്യമില്ല. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. 44 വർഷം ഭരിച്ച ബംഗാളിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാനാവുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ സ്ഥിതി ബംഗാളിൽ വളരെ പരിതാപകരമാണ്. 2 ലോക്സഭാ സീറ്റ് മാത്രമാണ് ത്രിപുരയിലുള്ളത്. അപ്പോൾ കേരളം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കേരളത്തിൽ കിട്ടുന്ന സീറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പരമാവധി സീറ്റുകൾ കേരളത്തിൽ കിട്ടണമെങ്കിൽ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ സീറ്റുകൾ കിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ റീ അലൈൻമെൻറ്റ് കേരളത്തിൽ വേണം എന്നവർ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോയാൽ അവരുടെ സ്ഥിതി വളരെ ദയനീയമാകുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഒരു റീ അലൈൻമെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ റീ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാടിടത്തേക്കാണ് അവർ ചൂണ്ടയിട്ടിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അവർക്ക് കിട്ടാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല, കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനങ്ങളെ പോലും നോട്ടമിട്ടുകൊണ്ടാണ് ഇന്ന് പ്ലീനത്തിലെ പ്രസ്താവന പുറത്തു വന്നതും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അതിന് വ്യാഖ്യാനം നൽകിയതും. കേരളത്തിൽ SNDP അതുപോലെ NSS അത്തരം സാമൂഹ്യ സംഘടനകൾ മതനിരപേക്ഷ സംഘടനകളാണെന്നും UDFന്റെ പാർട്ട്നേഴ്സ് അല്ലാത്ത ആളുകളെ കൂടി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇടതുപക്ഷം അവരുടെ സീറ്റുകൾ അല്ലെങ്കിൽ CPM അവർക്ക് കിട്ടുന്ന സീറ്റുകൾ കൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് താങ്കൾ സൂചിപ്പിച്ചു. അത് അവരുടെ രാഷ്ട്രീയമാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം KM മാണി അവിടുത്തെ സാമ്പത്തിക സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ കൂടുതൽ വിഹിതം നൽകണം എന്നാവശ്യപ്പെട്ടു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമായി നടപ്പാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒപ്പം പൊതുവായ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷവുമായി സഹകരിക്കാം എന്ന വാഗ്ദാനം അദ്ദേഹം നൽകുകയും ചെയ്യുന്നു. ഈ വാക്കുകളുടെ വരികൾക്കിടയിലെ അർത്ഥം വായിക്കണം എന്നാണ് സജീവൻ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിൽ പ്രസംഗിച്ചതിന് ശേഷമാണ് അസന്നിഗ്ധമായി പറഞ്ഞത് കേരള കോൺഗ്രസ് നിലവിലുള്ള മുന്നണി വിടുന്ന പ്രശ്നമില്ല, അത് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞല്ലോ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. കോൺഗ്രസ് പാർട്ടിക്കും അതിൻ്റെ കരട് റിപ്പോർട്ടിനെ കുറിച്ച് ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം പരസ്യമായി ഞങ്ങളുടെ KPC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ ചില സമരങ്ങൾ യോജിച്ചവർ നടത്തുന്നുമുണ്ട്. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ കാലവും എല്ലാവരും ഉണ്ടാകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഞങ്ങൾക്ക്. ഗോപികൃഷ്ണനുണ്ട്, പാലക്കാട് നിന്ന് ചേരുന്നു. ഗോപികൃഷ്ണനാണ് വ്യൂ പോയിന്റിൽ KM മാണിയെ ഇന്റർവ്യൂ ചെയ്തത്. ഗോപികൃഷ്ണൻ, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ KM മാണി ഉദ്ദേശിച്ചത് ഇന്നത്തെ അഭിമുഖത്തിൽ? രാജീവ്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മനം മാറ്റമോ മനഃശാഞ്ചല്യമോ തനിക്കില്ല എന്നും ഇടതു മുന്നണിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് എന്നാണ് CPIM വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ എനിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ KM മാണി പറഞ്ഞത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് KM മാണി ഇടതു മുന്നണിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരുന്നത്, എന്തുകൊണ്ടാണ് അത് ഈ തരത്തിൽ പ്രചാരം നേടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെല്ലാം കെട്ടുകഥകളാണ്, അതെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്, അത്തരം ഒരു വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്. അതേസമയം ഇന്ന് CPIM വേദിയിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നതും
സംസ്ഥാനത്തിന് ആവശ്യമായ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്ന ആക്ഷേപം CPM വേദിയിൽ KM മാണി ഉന്നയിച്ചത് സത്യത്തിൽ കോൺഗ്രസിനെ CPM വേദിയിൽ നിന്ന് വിമർശിക്കുകയായിരുന്നില്ല എന്ന ചോദ്യത്തിൽ അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഒരു ഉദ്ദേശം തനിക്കില്ല. കോൺഗ്രസിനെ വിമർശിക്കുക എന്നതായിരുന്നില്ല തന്റെ ഉദ്ദേശം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടായ യോജിപ്പ്, കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. അതിന് ഭരണ പ്രതിപക്ഷം എന്ന വേലിക്കെട്ടുകൾ ആവശ്യമില്ല എന്നാണ്. അതേസമയം KM മാണി ഇന്ന് നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ അത് മലയോര മേഖലയിലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളല്ല നടപ്പാക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, അത് ജനവാസ മേഖലകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് കേരള കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് രണ്ട് അഭിപ്രായമോ രണ്ട് നിലപാടോ ഇല്ല. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഏകപക്ഷീയമായ ഒരു തീരുമാനമായി പോയി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് എടുക്കാവൂ. അതല്ലാതെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് KM മാണി ചെയ്തത്. അതേസമയം ഇടതുമുന്നണിയിലേക്ക് പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം തനിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മതി കേരള കോൺഗ്രസ് എമ്മിന് എന്നത് പാർട്ടി എടുത്ത തീരുമാനമല്ല. പാർട്ടി സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അത് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ പറയേണ്ട കാര്യമല്ല. അതിൽ കൂടിയാലോചനകൾ ആവശ്യമാണ്. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള അർഹത ഇപ്പോൾ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജ് നടത്തുന്ന ഒരു പ്രസ്താവനയും കേരള കോൺഗ്രസ് എമ്മിന്റെ നയമോ തീരുമാനമോ പാർട്ടിയുടെ അഭിപ്രായമോ അല്ല. പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത് ചെയർമാനാണ്. PC ജോർജ് പറയുന്ന കാര്യങ്ങൾക്ക് അതിനപ്പുറം ഒരു വില നൽകേണ്ടതില്ല എന്നാണ് KM മാണി എന്ന് പറഞ്ഞത്. ചക്കിട്ടപ്പാറ ഖനനം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യമാണ് എന്ന് PC ജോർജ് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചക്കിട്ടപ്പാറ ഖനനാനുമതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമാണ്, പക്ഷേ CBI അന്വേഷണം എന്നത് പാർട്ടിയുടെ തീരുമാനമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും PC ജോർജ് എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവനകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളെ KM മാണി ഇന്നത്തെ പ്രത്യേക അഭിമുഖത്തിൽ തള്ളിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലേക്ക് പോകാൻ ഇപ്പോൾ താൻ തയ്യാറല്ല, എന്നാൽ സീറ്റ് കൂടുതൽ ചോദിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. അതോടൊപ്പം കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുക ആണെങ്കിൽ അത് ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി അകറ്റിയ ശേഷമായിരിക്കണം, അതല്ലാതെ ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് KM മാണി ഇന്ന് പറഞ്ഞത്. രാജീവ്. റൈറ്റ്. ഗോപികൃഷ്ണൻ, തിരിച്ചു വരാം. സജീവനിലേക്ക്. സജീവൻ, കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കർശനമായൊരു നിലപാട് KM മാണി സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായൊരു നിലപാട് ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് CPM സ്വീകരിച്ചിട്ടുണ്ട്. അവരും സമരരംഗത്താണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് CPM ആവശ്യപ്പെടുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന് പുറമെ ആസിയാൻ കരാർ, അതുമൂലം റബ്ബറിനുണ്ടായ വിലയിടിവ്, നാണ്യവിളകൾക്കുണ്ടായ വിലയിടിവ്, ഇതൊക്കെ CPM വലിയ പ്രശ്നമായി ഈ പ്ലീനത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ, തോമസ് ഐസക് എല്ലാവരും ഉന്നയിക്കുന്നുമുണ്ട്. പൊതുവായ വിഷയങ്ങളിൽ ഊന്നി ഒരു വിശാലമായ ആശയൈക്യം ഉണ്ടാക്കിയെടുക്കാൻ, കേരള കോൺഗ്രസ് എമ്മുമായി ഉണ്ടാക്കിയെടുക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം തന്നെയല്ലേ ഇത്? ഇതിനോട് അനുകൂലമായി തന്നെയല്ലേ ഇന്ന് KM മാണി പ്രതികരിച്ചത്? തീർച്ചയായിട്ടും CPM പ്ലീനത്തിൽ ഇപ്പോൾ എടുത്തുള്ള തീരുമാനങ്ങൾ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. കാരണം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ചർച്ചാ വിഷയമാകണം, ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് CPM പ്ലീനത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഇപ്പോൾ നമുക്കറിയാം, മലയോര മേഖലയിലുള്ള ജനങ്ങളെല്ലാവരും അതിരൂക്ഷമായ, ഒരു പാർട്ടിയും സഹായിച്ചില്ലെങ്കിൽ പോലും തെരുവുകൾ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കുന്ന രൂപത്തിൽ എല്ലാ ആളുകളും രാപ്പകൽ സമരമായിരുന്നു ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ നടന്നിരുന്നത്. അപ്പം അങ്ങനെ പൂർണ്ണമായും പള്ളി വികാരികളും മേലധ്യക്ഷന്മാരും എല്ലാവരും ഒരേപോലെ രംഗത്തെത്തിക്കൊണ്ട് 48 മണിക്കൂർ ഉപവാസവും മറ്റും നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മലയോര മേഖലയെ പൂർണ്ണമായും ബാധിക്കുന്ന കാര്യമാണ്. CPM എടുത്ത ഈ നിലപാടിന് വിരുദ്ധമായിട്ട് ഒരു നിലപാടെടുക്കാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് കേരള കോൺഗ്രസിന് കഴിയുമ്പോൾ, അങ്ങനെ സംഭവിച്ചാൽ പല പള്ളി മേധാവികളും ബിഷപ്പുമാരും മറ്റും പറഞ്ഞതുപോലെ ഇവിടെ ചോരപ്പുഴ ഒഴുകുകയും ഈ ഏതെല്ലാം പാർട്ടികളാണോ തങ്ങളുടെ കർഷകരുടെ നിലപാടിന് എതിരായിട്ട് നിൽക്കുന്ന അവരെയെല്ലാം തള്ളിപ്പറയുകയും ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനെ കേരള കോൺഗ്രസ് പേടിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമര CPM അല്ലെങ്കിൽ മറ്റ് മലയോര കർഷകരോ ഒക്കെ എടുത്തിട്ടുള്ള ഈ സമരത്തിലേക്ക് ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ആസിയാൻ കരാറിൻ്റെ കാര്യത്തിലാണെങ്കിലും റബ്ബർ കർഷകരുടെ പ്രശ്നത്തിലാണ്, ഇതൊക്കെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ ജനകീയ പ്രശ്നങ്ങളിൽ
CPM ശക്തമായിട്ട് ഇടപെടും. CPM ഇടപെട്ടത് ഇതിനോടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം കൊണ്ടാവണം എന്നൊന്നുമില്ല. പക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പ്രചരണായുധം അത് സോളാർ വിഷയമോ മറ്റു വിഷയങ്ങളോ ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രചരണായുധം, ജനങ്ങളുടെ വോട്ട് മുഴുവൻ വാങ്ങിയെടുക്കാൻ പറ്റുന്ന പ്രചരണായുധമാണ് ഈ കർഷക പ്രശ്നങ്ങളെന്നുള്ളത്. കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇപ്പോൾ EFL പ്രശ്നം വളരെ രൂക്ഷമാണ് എന്ന് വിദഗ്ധ സമിതി പറഞ്ഞു. അവർ തന്നെ പറയും ഇത് പൊളിച്ചെഴുതേണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കേന്ദ്രം കൊണ്ടുവന്നുള്ള നിയമമാണ്. ഈ നിയമത്തിനെതിരെ CPM പോലൊരു സംഘടന പോരാടുമ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്ന് UDF-നൊപ്പം നിന്നുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ, ഈ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന് ന്യായീകരിക്കാൻ കേരള കോൺഗ്രസിന് കഴിയുമോ, KM മാണിക്ക് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെട്ടെന്നൊരു ചാട്ടം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലൊന്നും ശ്രീ KM മാണി നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു എടുത്തിയാട്ടം ഉണ്ടാവണമെന്ന്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘട്ടം തന്നെയാണ്. UDF-ന് തിരിച്ചടിയായി മാറുകയാണെങ്കിൽ പലരും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് എന്ന്, വേലിപ്പുറത്താണ് എന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ലീഗിനെ ഉദ്ദേശിച്ചല്ലെങ്കിൽ ലീഗ് ചാടില്ല എന്നൊക്കെ അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതേപോലെ അപ്പോൾ അവർ വേറെ ആരൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. UDF-ൽ ലീഗും കോൺഗ്രസും അല്ലാതെ ഉള്ള സംഘടനകളിൽ പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏതെല്ലാമോ ഘടകകക്ഷികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കയ്യാലപ്പുറത്ത് നിൽക്കുന്ന, വേലിപ്പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥ UDF-ലെ ചില ഘടകകക്ഷികൾക്കുണ്ട്. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കൽ തന്നെയാണ് LDF-ന്റെ ലക്ഷ്യം. അവർ ഏതെല്ലാമോ ഒന്ന് രണ്ട് ഘടകകക്ഷികളെ ഇപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതി മാറും, പ്രചരണത്തിൻ്റെ രീതി മാറും. അതിന് പകരം ആകെ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർക്കലാണ് ഉള്ളത്. അതോടൊപ്പം ഗോപികൃഷ്ണനുണ്ട് പാലക്കാട്. ഗോപികൃഷ്ണന് രാജ്മോഹൻ ഉണ്ണിത്താനോട് ചില ചോദ്യങ്ങളുണ്ട്. ഗോപി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ ഇവിടെ പാലക്കാട്ട് ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ശ്രീ KM മാണിയുമായി അഭിമുഖം നടത്തിയത്. അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഈ രീതിയിൽ സമ്മതിക്കില്ല. കേരള കോൺഗ്രസ് എം നിലനിൽക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏകപക്ഷീയമായ വിജ്ഞാപനം ഇറക്കുകയാണ് കേന്ദ്രം ഈ വിഷയത്തിൽ ചെയ്തത്. സംസ്ഥാനങ്ങളുടെ ആശങ്ക അകറ്റണം. അദ്ദേഹം ഇന്ന് പ്ലീനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ താങ്കൾ കേട്ടുകാണും, സംസ്ഥാനത്തിന് കേന്ദ്രവിഹിതം കിട്ടുന്നത് ശരിയായ രീതിയിലല്ല, അത് ശരിയായ രീതിയിൽ വീതിക്കപ്പെടുന്നില്ല എന്നതാണ്. CPIM-ന്റെ വേദിയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയാണ് KM മാണി ചെയ്തത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലാകട്ടെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടിനോട് അദ്ദേഹം യോജിക്കുന്നില്ല. PT തോമസിനെ പോലുള്ളവർ പരസ്യമായി ഇക്കാര്യത്തിൽ KM മാണി എടുത്ത നിലപാടിനെ ചോദ്യം ചെയ്തതിനെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും KM മാണി എന്ന് കോൺഗ്രസിന് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണമാണോ? തീർച്ചയായിട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് ശ്രീ KM മാണി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ വ്യക്തിപരമായ അഭിപ്രായമല്ല, അത് UDF-ൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് KPCC ഭാരവാഹികളുടെ യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിലെടുത്ത തീരുമാനം തന്നെയാണ് ഇന്ന് മാണി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിൽ പറഞ്ഞത്. കാരണം കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഇതേ രീതിയിൽ നടപ്പാക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് ആ യോഗത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഇത് കരട് റിപ്പോർട്ട് മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. കർഷകർക്ക് ആശങ്കയുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ആ 3 അംഗ സമിതി കേരളം മൊത്തം പര്യടനം നടത്തി, പശ്ചിമഘട്ട പ്രദേശങ്ങൾ മൊത്തം പര്യടനം നടത്തി, അവിടുത്തെ ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആശങ്ക അകറ്റി അവരുടെ വികാരങ്ങൾ മാനിച്ച് ആ വികാരങ്ങൾക്കനുസൃതമായ ഒരു തീരുമാനമായിരിക്കും അന്തിമമായ റിപ്പോർട്ടിൽ വരിക. ഇവിടെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് 3 മാസമാണ് പരമാവധി അതിന്റെ സമയം പറഞ്ഞിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, UDF സർക്കാരിന് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കടുത്ത തലവേദന ഉണ്ടാക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത് ഗവൺമെന്റ് ചീഫ് PC ജോർജ് നടത്തിയിട്ടുള്ള പരസ്യമായ ഇടപെടലുകളും പ്രസ്താവനകളുമാണ്. ഇത്രയെല്ലാം പ്രസ്താവനകളും പരസ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷവും കേരള കോൺഗ്രസ് എമ്മിലെ PJ ജോസഫ് വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിട്ടും PC ജോർജിനെതിരെ നടപടിയെടുക്കാൻ KM മാണി തയ്യാറായിട്ടില്ല. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റേ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടൂ എന്ന് PC ജോർജ് പറഞ്ഞെങ്കിലും അതല്ല പാർട്ടിയുടെ തീരുമാനം. കൂടുതൽ സീറ്റിന് കേരള കോൺഗ്രസ് എമ്മിന് അർഹതയുണ്ട് എന്ന അവകാശവാദവും KM മാണി ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും
കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ന് അദ്ദേഹം ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കോമൺ മിനിമം പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ പോലും പൂർണ്ണമായ തൃപ്തി കെ മാണിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. UDF-ലെ ഒരു പ്രധാന ഘടകകക്ഷി ഇന്ന് CPM വേദിയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. അതില്ല എന്ന് എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നത്? ഒരു കാരണവശാലും കോൺഗ്രസിന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം എല്ലാ ആളുകളെയും പൂർണ്ണ തൃപ്തരാക്കിക്കൊണ്ട് ഒരു ഭരണത്തിനും ഒരു കാലത്തും മുന്നോട്ട് പോകാനാവില്ല. ഇപ്പം കെ മാണിക്ക് തൃപ്തിയുണ്ട്, പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് പറഞ്ഞത്. ആ പൂർണ്ണ തൃപ്തി വരുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ഭരണത്തിനും മുന്നോട്ട് പോകാനാവില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയാം. പാർലമെന്റ് ഇലക്ഷന്റെ സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ പ്രശ്നം ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. കൊല്ലം സീറ്റ് RSPക്ക് വേണമെന്ന് അവർ പറയുന്നു. തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് CPIയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് CPM പറയുന്നു. അവർക്ക് 4 സീറ്റ് പോരാ, 5ാമതൊരു സീറ്റ് വേണമെന്ന് CPI പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങൾ UDF-ൽ മാത്രമല്ല LDF-ലുമുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥാപിതമായൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ആളുകൾ ഇരിക്കുമ്പോൾ അവിടെ അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിലല്ല ചർച്ച ചെയ്യേണ്ടത്, അവിടെയല്ല പറയേണ്ടത്. അതുകൊണ്ട് ശ്രീ മാണി സാറിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ വില കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസന്നിഗ്ധമായി UDF-ൽ അടിയുറച്ചു നിൽക്കുമെന്ന് ശ്രീ KM മാണി പറഞ്ഞ സ്ഥിതിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ മടങ്ങിയെത്താം. ഇപ്പോൾ CPM നേതാവ് ശ്രീരാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ, ഇന്ന് രാഷ്ട്രീയ മാറ്റത്തിന് അനുകൂലമായൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പ്ലീനത്തിൽ പാസാക്കിയ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള കാലാവസ്ഥയാണെന്നാണോ, അതോ നിലവിലുള്ള മുന്നണി സമവാക്യങ്ങളിൽ മാറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണോ? ഈ കേരളം ഭരിക്കുന്ന UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അങ്ങേയറ്റം ശൈഥില്യത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഞങ്ങളുടെ പ്രമേയത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയമായ യോജിപ്പ് പരിപൂർണമായി നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലുള്ള അനൈക്യം, അതിന്റെ രാഷ്ട്രീയ നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിനെ MLA-മാരെടുക്കുന്ന വ്യത്യസ്തമായ നിലപാട്, അത് തീർക്കാൻ വേണ്ടി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈക്കമാൻഡ് യാത്രകൾ. രണ്ടാമത്തെ പ്രശ്നം, അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ സ്വന്തമായി കൺവെൻഷൻ നടത്തും, ഞങ്ങൾ UDF സംവിധാനത്തെ കാത്തിരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ ഞങ്ങൾ കയ്യാലെ പുറത്ത തേങ്ങയെ പോലെയാണെന്നുള്ള അവസാനത്തെ വാക്ക്. 3, KM മാണിയെ പോലെയുള്ള കേരള കോൺഗ്രസ് നേതാക്കന്മാർ പല കാര്യങ്ങളിലും അവർക്ക് അടിസ്ഥാനപരമായി തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഫെഡറൽ സംവിധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കേരള കോൺഗ്രസിന്റെ പല താല്പര്യങ്ങളോടും ഒരിക്കലും യോജിക്കാത്ത സ്ഥിതി വരികയാണ്. ഉദാഹരണത്തിന് ഇപ്പോ റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 9 മാസമായിട്ട് കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് അതിനൊരു പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. ചിദംബരം എന്ന് പറയുന്ന വ്യവസായ ലോബിയുടെ കോർപ്പറേറ്റ് വക്താവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. അദ്ദേഹം ഒന്നും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. അത് കേരള കോൺഗ്രസ് അകത്തുണ്ടാകുന്ന പ്രശ്നം. അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ജോണി നെല്ലൂർ എന്ന് പറയുന്ന ശ്രീരാമകൃഷ്ണൻ, ഇതൊക്കെ LDF കാണുന്ന അനുകൂല ഘടകങ്ങളാണ്. രാഷ്ട്രീയമായി LDF കാണുന്ന അനുകൂല ഘടകങ്ങളാണ്. UDF-ലെ ശൈഥില്യം മുതലെടുത്ത് LDF-നെ വിപുലപ്പെടുത്താൻ ശ്രമം വേണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേസമയം തന്നെ UDF-ലെ ഘടകകക്ഷികളെ അടർത്തി മാറ്റി സർക്കാരിനെ താഴെ ഇറക്കാൻ തങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടോ? അല്ല, ശൈഥില്യം എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ നയസമീപനങ്ങൾക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളുടെ കെണിയിൽപ്പെട്ട UDF ഘടകകക്ഷികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് പുറത്ത് ചാടേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അത് പൊട്ടി പുറത്തൊലിച്ചു വരുന്ന സ്ഥിതി ഉണ്ടാകും. ഇപ്പോ ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് എന്താ കോൺഗ്രസ് ചെയ്യാൻ പറ്റുക? ഇവിടെ കേരളത്തിലെ റവന്യൂ കമ്മി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് ആക്ട് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുകയാണ്. അത് ഇവര് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഗതികേട് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ജേക്കബ് ഗ്രൂപ്പിന്റെ നിലപാട് നമ്മൾ കണ്ടു. PC ജോർജിനെ പുറത്താക്കാതെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പൊ രാഷ്ട്രീയമായ അനൈക്യം, ഒരു മുന്നണി എന്ന് പറയുന്നത് കേവലമായ ഒരു കൂട്ടുകച്ചടോ ഒരു പാർട്ട്ണർഷിപ്പ് ഏർപ്പാടോ അല്ല.
അതിന് രാഷ്ട്രീയമായ യോജിപ്പ് വേണം. ആ യോജിപ്പ് ശിഥിലമായി കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലുള്ള അംഗീകാരം കൂടിയാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ അവര് ഏത് നിലയിലാണ് ശ്രീരാമകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ CPM ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോട് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടുകൾ യോജിച്ചു നിൽക്കുന്നത്? പ്രായോഗിക രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നത് സിദ്ധാന്തമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളോട് യോജിച്ച് നിൽക്കാൻ സാധിക്കുക? അപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കുക, അതിൽ മുതലെടുപ്പിന് ശ്രമിക്കുക എന്നൊരു രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് ഇക്കാലം അത്രയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങളോട് എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് കേരള കോൺഗ്രസ് ആണ് വ്യക്തമാക്കേണ്ടത്. ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കർഷക ജനസാമാന്യത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കോർപ്പറേറ്റ് നയങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ളത് 10 വർഷമായിട്ട് ഞങ്ങൾ പറയാം. 2.5 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ഇവിടെ ഇന്ത്യയിലേക്കുള്ള നാണ്യവിളകൾക്ക് വ്യാപകമായ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ട് ഇറക്കുമതി വർദ്ധിച്ചതോടുകൂടി വലിയ വിലക്കുറവ് അനുഭവപ്പെട്ടു. ഇത് പരിഹരിക്കാത്തിടത്തോളം കാലം കേരള കോൺഗ്രസിന്റെ അടിത്തറയായ കർഷക മേഖലയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് പരിഹരിക്കാൻ കോർപ്പറേറ്റുകളാൽ നയിക്കപ്പെടുന്ന വ്യവസായ ലോബിയുടെ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന കോൺഗ്രസിന് സാധിക്കുകയില്ല. ഈ വൈരുദ്ധ്യം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. റൈറ്റ് ശ്രീരാമകൃഷ്ണൻ, എനിക്കിപ്പം ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഗോപികൃഷ്ണൻ, ശ്രീരാമകൃഷ്ണനോടുള്ള ചോദ്യം. ശ്രീരാമകൃഷ്ണൻ, ഇന്ന് CPIM വേദിയിൽ ശ്രീ TM തോമസ് ഐസക് പറഞ്ഞത് KM മാണിയുമായി സംവദിക്കാം, പക്ഷെ കോൺഗ്രസുമായി പറ്റില്ല എന്നാണ്. CPIMലെ മറ്റു നേതാക്കൾ, പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവർ പലപ്പോഴായി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് രാഷ്ട്രീയമായി നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം ഇടതുമുന്നണിയാണ് എന്നാണ്. ഇന്ന് അത്തരം അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും എല്ലാം വിരാമമിടുന്ന തരത്തിലാണ് ശ്രീ KM മാണി പറഞ്ഞത് ഇടതുമുന്നണിയിലേക്കില്ല, ഇത് അസന്നിഗ്ധമായ പ്രഖ്യാപനമാണെന്ന്. CPM വേദിയിൽ KM മാണി നടത്തിയ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഇടതുമുന്നണിയുമായി ചേർന്ന് പോകാൻ കഴിയുന്ന എന്തെങ്കിലും സൂചന താങ്കൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ചും കേന്ദ്രത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പ്രതിഷേധങ്ങളാകാം എന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇടതുമുന്നണിക്കൊപ്പം പ്രതിഷേധിക്കുന്ന കേരള കോൺഗ്രസ് എം നിരത്തിയ ന്യായീകരണം. അതുകൊണ്ട് എവിടെയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് ഒരു ഇടതുമുന്നണി താല്പര്യം ഇന്ന് KM മാണിയുടെ പ്രസംഗത്തിൽ താങ്കൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു? അല്ല, ഞങ്ങളുടെ പ്ലീനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് രാഷ്ട്രീയമായ മുന്നണി വിപുലീകരണത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യാനല്ല. ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിലും ധനകാര്യ പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഒരു പക്ഷേ വ്യത്യസ്ത നിലപാട് എന്ന് വേണ്ടിയൊരു സെമിനാറാണത്, ഒരു സിംപോസിയം പോലും അല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സംവാദ വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അവിടെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഞങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കേരള കോൺഗ്രസിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ശ്രീ ഗോപികൃഷ്ണൻ കേട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. കർഷക ജനസാമാന്യത്തിനോട് ദ്രോഹകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോട് എങ്ങനെ ശ്രീ KM മാണിക്ക് യോജിക്കാൻ പറ്റും? 1. 2, സംസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായ സ്വാശ്രയമായ സമ്പദ്ഘടനയെയോ ബഡ്ജറ്റ് സംവിധാനങ്ങളെയോ അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുകളുടെ നയത്തിന് വിധേയമായിട്ട് റവന്യൂ കമ്മിയും ധനക്കമ്മിയും നിയന്ത്രിക്കണമെന്ന് അടിച്ചേൽപ്പിക്കുന്ന സമീപനത്തോടെ എങ്ങനെ കേരള കോൺഗ്രസ് യോജിക്കാൻ പറ്റും? 2, ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ ഏകപക്ഷീയമായിട്ട് ചർച്ച കൂടാതെ ഹോംവർക്ക് ചെയ്യാതെ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്കോട് എങ്ങനെ യോജിക്കാൻ പറ്റും? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചില നിലപാട് സ്വീകരിക്കും. അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്നുള്ളതല്ല, വലതുമുന്നണിയുമായിട്ട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാത്ത അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. റൈറ്റ് ശ്രീരാമകൃഷ്ണൻ, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ സജീവൻ, ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് പോലെ ശ്രീരാമകൃഷ്ണൻ പറയുന്നത് പോലെ സാമ്പത്തിക നയങ്ങളിലുള്ള അതൃപ്തി, കർഷകരുടെ പ്രശ്നങ്ങളിലുള്ള അതൃപ്തി, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുള്ള അതൃപ്തി, ഇത്തരം വിഷയങ്ങളിലുള്ള അതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സഖ്യത്തിനുള്ള സാധ്യതയാണോ, അതോ കേവലം കേരളത്തിൻ്റെ അധികാരം ലക്ഷ്യമാക്കിയുള്ള ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകളാണോ? എന്താണ് യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമാക്കുന്നത്? എന്താണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ലക്ഷ്യമാക്കുന്നത്? ഇതിൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ച വാക്യമാണ് ഏറ്റവും പ്രധാനം. പെട്ടെന്നൊരു മുന്നണി മാറ്റമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. UDFൽ ഒരു അനൈക്യം ഉണ്ടാകണം. അങ്ങനെ ഒരു അനൈക്യത്തിൻ്റെ വിത്തിട്ട് കഴിഞ്ഞു. ഇപ്പോൾ മാത്രം ഈ സെമിനാറിൽ മാത്രമല്ല, ഇതിനു മുൻപേ തന്നെ UDFിനകത്ത് അനൈക്യത്തിൻ്റെ വിത്ത് പലപ്പോഴായിട്ട് CPM നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെയും
ക്ഷണങ്ങളിലൂടെയും മറ്റും ഉണ്ടായിട്ടുണ്ട്. ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലീഗ് എടുത്ത നിലപാടിൽ അവർ പിന്നീട് ഞങ്ങൾ മുന്നണി മാറില്ല എന്ന് പറഞ്ഞാൽ പോലും ലീഗിനകത്തുള്ള UDF ഇവിടുത്തെ ജനങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? UDF ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ രണ്ടാം കക്ഷിയായ ലീഗ് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് എന്ന് സമ്മതിച്ചു. ഞങ്ങൾ വേലിപ്പുറത്താണ് എന്ന് അവർ തങ്ങളുടെ നയം വ്യക്തമാക്കി. അതേപോലെയാണ് ഇപ്പോൾ ശ്രീ KM മാണി സത്യത്തിൽ ഇപ്പോഴത്തെ സെമിനാറിൽ സംവാദത്തിന് വേണ്ടിയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ UDFൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പോയതെന്നൊക്കെ പറഞ്ഞാൽ പോലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ആയുധമാണ് അദ്ദേഹം LDFൻ്റെ കയ്യിൽ കൊടുത്തത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ശരിയല്ല, അതിനെതിരെയുള്ള പോരാട്ടം ആവശ്യമാണ്, അതിന് പ്രതിപക്ഷത്തോട് കൂട്ടുചേരാൻ അവർ തയ്യാറാണ്, യോജിക്കാവുന്ന മേഖലകളൊക്കെ യോജിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ചില വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞതൊക്കെ നാളെ പ്രതിപക്ഷം CPM ഉൾപ്പെടെയുള്ള LDF കക്ഷികൾ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചരണായുധമാക്കും. അപ്പോഴൊക്കെ ഇത് ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ശ്രീ KM മാണിക്ക് പറയാൻ കഴിയില്ല. കർഷകരുടെ പ്രശ്നം വരുമ്പോൾ അത് ഇവിടുത്തെ പ്രചരണായുധമാകുന്ന സമയത്ത് അതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ശ്രീ രാജ്മോഹൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോഴും അല്ലെങ്കിൽ ഈ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോഴും പറയുന്നത് ഇത് നടപ്പാക്കുമെന്ന് തന്നെയാണ്. അതിന് സമയം അനുവദിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ സമയം അനുവദിക്കുമെന്ന് മാത്രമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അനൈക്യത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചാൽ പോലും. ശ്രീ സജീവൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയപരിമിതി മൂലം ഇടപെടുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനും വളരെയധികം നന്ദി. ഒപ്പം തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. KM മാണിയുമായുള്ള വ്യൂ പോയിന്റ് അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം